പോലീസ് കണ്ണൂർ മുന്നിട്ട് മിസ് കോൾ വന്ന് വിളിച്ചതാണോ? ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ നമ്പർ കംപ്ലൈന്റ് പറയാൻ പറ്റുമോ സാറേ? എന്താ പറഞ്ഞോളൂ സാറേ, ഞാനൊരു ലോറി ഡ്രൈവറാണ്. ആദ്യം ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം വന്നാല് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഓടിച്ചു വന്ന് ഉറക്കം വരുമ്പോൾ നമുക്ക് സാധാരണ എന്താ സാർ ചെയ്യാൻ സാധിക്കുക? സൈഡിലോട്ട് മാറ്റി ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുക്കണം. അല്ല, ശരിയല്ലേ? സത്യല്ലേ? ഞാൻ റോഡിൽ നിന്നും അതായത് വെള്ള വരയും കഴിഞ്ഞ് 3 മീറ്റർ 3 അടിയോളം ഉള്ളിൽ, അതിനപ്പുറം കാനയാണ്, അത്രത്തോളം മാറ്റി നിർത്തി ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തതാണ്. എനിക്ക് ഫൈനിട്ട് 500 രൂപ, ഫോട്ടോ എടുത്ത് 500 രൂപ ഫൈൻ ഇട്ടിട്ട് പോയി. പോലീസോ? നമ്മൾ അറിയുന്നില്ലല്ലോ ഇവര് ഫോട്ടോ എടുത്തിട്ട് പോന്നേ. വേറെ കാരണത്താൽ ഒന്നിക്കിയതൊന്നും അവരും അറിയുന്നില്ലല്ലോ. ചോദിക്കണ്ടേ? ചുമ്മാ ഫൈനിട്ട് ഞാൻ ആ ഉറങ്ങിയതിന് 500 രൂപ ഞാൻ കൊടുക്കണ്ടേ? ഒരു മനുഷ്യ അപകടമാണോ മെച്ചം സാറേ? ഹലോ അല്ലല്ലോ, അവരറിയുന്നില്ലല്ലോ നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം കൊണ്ടാണ്. ഇപ്പം അവിടെ അങ്ങനെയുള്ള ഭാഗത്ത് ഇട്ടത് കൊണ്ടായിരിക്കും, അല്ലെ അങ്ങോട്ടോ മാറ്റി. സ്ട്രെയിറ്റ് റോഡ്, നോ പാർക്കിംഗ് ബോർഡും ഇല്ല. വേറെ ലോറികൾ ലൈനായിട്ട് കിടപ്പുണ്ട്. ഞാൻ അതിനിടയ്ക്കോട്ട് വണ്ടി കയറ്റിയിട്ട് റോഡിൽ വെള്ള വരയും കഴിഞ്ഞ് ഒരു 3 അടിയോളം ഉള്ളിൽ, അതിനപ്പുറത്ത് കാന ആയതുകൊണ്ടാണ് അത്രയും ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ ഇട്ട് ഒരു 15 മിനിറ്റ് ഞാൻ റെസ്റ്റ് എടുത്തു. ആ സമയത്ത് ഒന്ന് ഫൈൻ ഇട്ട് പോയി. എന്ത് സാർ ഇതുകൊണ്ട് എന്താ ഉപകാരം? ഇവർക്ക് ഒന്ന് ഇറങ്ങിയിട്ട് നോക്കിക്കൂടെ വണ്ടിക്കകത്ത് ആളുണ്ടോന്ന്? AC വണ്ടിയാന്ന് ഓർത്തൊന്ന് വേർപ്പിന്റെ അസുഖമാണോ എന്നാ എനിക്കറിയത്തില്ല. ഇപ്പൊ എറണാകുളത്ത് എനിക്ക് അടിച്ചതാ 500 രൂപ. ഒരു മനസാക്ഷി എന്ന് പറയുന്ന സാധനം വേണ്ട. ഇവർക്കും കുടുംബവും കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞങ്ങൾ പോയി ഇവർക്ക് ഒരു ദിവസം ഇത്ര ശവം എടുക്കാന്ന് വല്ല നിയമമുണ്ടോ സാറേ? ഇപ്പൊ എവിടെയും ചെന്ന് കയറുമല്ലേ ഞങ്ങള്. ഞാൻ മംഗലാപുരത്ത് നിന്ന് ഓടിച്ചു വരുന്ന വണ്ടിയാണ് തിരുവനന്തപുരത്തേക്ക്. അരൂര് കുമ്പളം ടോളിന്റെ അവിടെ ചെന്നപ്പോൾ അവിടെ നിന്നാണ് വണ്ടി തിരിച്ചു വിടുന്നത്. അവിടുന്ന് അതിലെ വിടുകയില്ല, ഇപ്പുറം കുണ്ടന്നൂരിൽ നിന്ന് കോട്ടയം വഴി പോകാൻ പറഞ്ഞു. ഞാനത് അവിടുത്തെ ഹൈവേ പോലീസോട് ഞാൻ പറഞ്ഞു, സാറേ കുറച്ചു നേരം ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. അവരോട് ഇവിടെ നിർത്താൻ പറ്റില്ല, അപ്പുറത്ത്. സാധാരണ എല്ലാ ടോളിന്റെ അവിടെയാണ് വണ്ടിക്കാർക്ക് നിർത്താൻ ഒരു സൗകര്യം ഉണ്ടാവുക. ഇല്ല, നിങ്ങൾ കുറെ പുറകോട്ട് അവിടെ പോയി നിന്നോളാൻ പറഞ്ഞു. ഞാൻ അവിടെ പോയി ഒരു 15 മിനിറ്റ് ഒന്ന് ഉറങ്ങിപ്പോയി. അതിന് 500 രൂപ ഫൈൻ. അതിന്റെ നാളെ എനിക്ക് എവിടെയാ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുമോ സാർ? എനിക്ക് കംപ്ലൈന്റ് എവിടെയാ കൊടുക്കാൻ പറ്റുക? ആരാ വന്ന് ഏത് പോലീസാണ് നമുക്കറിയാം. ഹൈവേ പോലീസ് ഇങ്ങനെ കിടക്കുമല്ലോ, ഒറ്റ നമ്പറിലേ ഉള്ളൂ. ഈ പറഞ്ഞ ചെല്ലാനി പോലും ഏത് പോലീസാണെന്ന് കാണിക്കുന്നില്ലല്ലോ. കാരണം ഇതൊരു വല്ലാത്ത ചതിയല്ലേ? ഇങ്ങനെയൊക്കെ വണ്ടിക്കാരോട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ചതിയല്ലേ? ഉറങ്ങണമെന്നൊരു ഭാഗത്ത് നിന്ന് പറയുന്നു, ഉറങ്ങാൻ പാടില്ല എന്ന് പറയുന്നു. പരാതിയിൽ പറയുന്നത് എന്നാന്നറിയോ? ഞാൻ പബ്ലിക് പ്ലേസിൽ നിർത്തിയത്. പബ്ലിക് പ്ലേസ് അല്ലെ, ഒരു ടാക്സ് അടിക്കുന്ന വണ്ടി പിന്നെ എവിടെ കൊണ്ട് വല്ലവന്റെ മുറ്റത്തുകൊണ്ട് നിർത്താൻ പറ്റുമോ സാറേ? 3 മാസം കൂടുമ്പോൾ 15,000 ചില രൂപ ടാക്സ് മേടിക്കുന്നത്. ഈ വണ്ടി ഞങ്ങൾ എവിടെ കൊണ്ടു നിർത്തണമെന്നാണ് പറയുന്നത്. അല്ലെ നിർത്തേണ്ട ഒരു സ്ഥലം ഗവൺമെന്റോ പോലീസോ ആരാന്ന് വെച്ചാൽ കാണിച്ചു തരണ്ടേ? അങ്ങനെ യാതൊന്നുമില്ല. ഇതിപ്പോ മനുഷ്യരെ പിടിച്ചു പറിക്കുന്ന അംഗീകൃത കൊള്ളസംഘം എന്നുള്ള ഒരു രീതിയിലായിപ്പോ ഇത്. എന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്തോ അല്ല, എനിക്ക് പറയാന്ന് ഈ നമ്പർ വിളിച്ചിട്ടില്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ട് എനിക്ക്. ഗവൺമെന്റ് അംഗീകരിച്ചൊരു കൊള്ളസംഘം. അല്ലാണ്ട് ഇതിന് എന്ത് നമ്മൾ പറയും? ഞാൻ വണ്ടിയിൽ ഇപ്പൊ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന് ഓടി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ ഉത്തരവാദിത്തം പോലീസാണ്. കാരണം നമുക്ക് എവിടെയും നിർത്താൻ പറ്റില്ല വണ്ടി. നമ്മൾ റിമോട്ട് കൺട്രോൾ അല്ല, ഇതൊന്നും അല്ലല്ലോ നമ്മൾ ഓടിക്കുന്നേ. റോബോട്ട് അല്ലല്ലോ വണ്ടി ഓടിക്കുന്നേ. ഇവര് മനുഷ്യരെ കുടുംബത്തിൽ പറഞ്ഞ ഒരു മനുഷ്യരായിട്ട് ജീവിക്കുന്ന മനുഷ്യരില്ലേ അവര്? ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞ് വണ്ടിക്കകത്തൊന്ന് ഇറങ്ങി നോക്കണ്ടേ വണ്ടിക്കകത്ത് ആളുണ്ടോ ഇല്ലയോ എന്ന്?